ഫ്രണ്ട്സ്, നമ്മുടെ ചെന്നൈ സിറ്റിക്ക് സമീപമുള്ള, അതായത് കാഞ്ചീപുരം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഡിസ്ട്രിക്റ്റാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ, അതായത് IIT-DM എന്ന് പറയും, ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ്ങിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സാലറിയും ഒട്ടനവധി അലവൻസും പ്രൊമോഷൻ സാധ്യതയൊക്കെയുള്ള പോസ്റ്റിനാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ഇത് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ നോൺ ടീച്ചിങ് ആയുള്ള പോസ്റ്റിലേക്കാണ്. അതായത് നിങ്ങൾക്കൂടെ കാണാം, ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ടൻറ്റ് വിളിച്ചിട്ടുണ്ട്, അതുപോലെ ജൂനിയർ ടെക്നീഷ്യൻ വിളിച്ചിട്ടുണ്ട്, ജൂനിയർ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത് 3 കാറ്റഗറി പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ, ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ ITI ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഇനി എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അങ്ങനെ വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൊക്കെ എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ എല്ലാ രീതിയിലുള്ള കാറ്റഗറിയിലുള്ള വീഡിയോസും നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ കയറിയിട്ട് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു യൂട്യൂബ് ഹോമിൽ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ വരാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ്, കാഞ്ചീപുരം. നമ്മുടെ അപ്പോൾ ഇതിൻ്റെ ലൊക്കേറ്റ് ചെയ്യുന്ന ഇവിടെ കൊടുത്തിട്ട് വ്യക്തമായിട്ട് നമ്മുടെ ചെന്നൈ സിറ്റിൻ്റെ ഒരു അഡ്ജസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയയിലാണ്. അതായത് ഏകദേശം നമ്മുടെ ചെന്നൈ എയർപോർട്ടിൽ നിന്ന് 25 കിലോമീറ്റർ ആ ഒരു ഏരിയയിലാണ് ഇത് കിടക്കുന്നത്, ഈ സ്ഥാപനം കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നോൺ ടീച്ചിങ് പോസ്റ്റിലേക്കാണ്, റെഗുലർ വേക്കൻസിയാണ്, പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾക്കിവിടെ കാണാം ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ടൻറ്റ്. ഇപ്പോൾ പറയുന്ന പോസ്റ്റിലേക്ക് 6 പേ ലെവൽ 6 ആണ്. അതുപോലെ ടോട്ടൽ വേക്കൻസി 3 വേക്കൻസിയാണ്. ഒന്ന് ജനറൽ, ഒന്ന് OBC NCL കാൻഡിഡേറ്റ്സിന്, പിന്നെ ഒന്ന് EWSന്. ഇങ്ങനെയാണ്. SC/ST കാൻഡിഡേറ്റ്സിന് ഇവിടെ വേക്കൻസി ഇല്ല, പക്ഷേ ആർക്ക് വേണമെങ്കിലും ഈ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു വേക്കൻസി ഇല്ല, അത് നമുക്ക് കിട്ടുമോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും നിങ്ങളോട് പറയാനില്ല. അപ്പോൾ നിങ്ങൾ നിരന്തരം ഇത്തരം ഒരുപാട് കാറ്റഗറി നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവില്ല നിങ്ങളിലേക്ക്. ഇപ്പം നമുക്ക് ഉള്ളൊക്കെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏജ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് മാക്സിമം എത്ര എക്സാം എഴുതാൻ പറ്റും അത് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക. വെറുതെ എക്സാം പോയി എഴുതാന്നല്ല, നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു വർഷം നമ്മൾ ചെയ്യുന്ന പ്രിപ്പറേഷൻ ആവില്ല, ചിലപ്പോൾ നമ്മൾ അടുത്ത വർഷം ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും, കുറേ കാര്യങ്ങൾ മനസ്സിലാവും, എങ്ങനെ പഠിക്കണം, അതിൻ്റെ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് മാറ്റിയിട്ട് നമ്മൾ അതിനനുസരിച്ച് നമുക്കൊരു എക്സാം എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മുടെ പൊസിഷൻ എവിടെയാണ്, എത്രത്തോളം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം എന്താണ് ടഫായിരുന്നു ക്വസ്റ്റ്യൻ, നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ഒരു എക്സാമിന് പോകണം. എക്സാമിന് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ വേറൊരു കാര്യം റിയലൈസ് ചെയ്യുക. അതായത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എന്തുണ്ടാവും, എക്സാം എഴുതാൻ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ കാണുമ്പോൾ അവിടെ നമുക്ക് ആ ഒരു കോമ്പറ്റീഷൻ നമുക്ക് ശരിക്കും നമുക്ക് സ്ട്രൈക്ക് ചെയ്യാം. അപ്പോൾ അതെല്ലാം നമ്മൾ വീട്ടിൽ എന്താണ് ഒരു വേക്കൻസിയിലായിരിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇരിക്കേണ്ട. ഒരു ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്തൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇവിടെ അടുത്തത് ജൂനിയർ ടെക്നീഷ്യനാണ്. 3 പേ ലെവൽ 3 ആണ് വരുന്നത്. 13 വേക്കൻസി ടോട്ടൽ ഉണ്ട് കേട്ടോ. അതിൽ 5 വേക്കൻസി ജനറൽ, OBC NCL കാൻഡിഡേറ്റ്സിന് ഒരു 3 വേക്കൻസി, SCക്ക് 2, പിന്നെ STയുടെ വേക്കൻസി അത് ബാക്ക്ലോഗ് വേക്കൻസിയാണ് കേട്ടോ. അതാണ് ഈ രേഷ ഇട്ടിരിക്കുന്നത്. അത് മുൻപത്തെ റിക്രൂട്ട്മെൻറ്റ് സൈക്കിളിൽ ഫില്ലാത്തൊരു വേക്കൻസിയാണ്. അപ്പോൾ അതിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ EWSന് 2 വേക്കൻസി. ഓക്കെ, പിന്നെ ഇതിൽ തന്നെ ഒരു PWDക്ക് ഒരു വേക്കൻസി, അതുപോലെ എക്സ് സർവീസ്മാൻ 2 വേക്കൻസി, റിസർവ് വേക്കൻസി ഇതിലുണ്ട് കേട്ടോ. പിന്നെ ജൂനിയർ അസിസ്റ്റൻറ്റ് 3 പേ ലെവൽ 3 ആണ് വരുന്നത്. 11 വേക്കൻസിയാണ് ടോട്ടൽ. 4 വേക്കൻസി ജനറൽ, OBCക്ക് 4, SC 1, STക്കൂടെ വേക്കൻസി ഇല്ല, ആർക്ക് വേണമെങ്കിലും ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വേക്കൻസി EWS, ദെൻ അങ്ങനെ ടോട്ടൽ 11 വേക്കൻസി കേട്ടോ. അതിൽ ഒരു വേക്കൻസി എക്സ് സർവീസ്മാനും റിസർവ് വേക്കൻസി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വേക്കൻസി ഉള്ളൂ. അപ്പോൾ ലിമിറ്റഡ് വേക്കൻസിയാണ്, പക്ഷേ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ കാണാം ജൂനിയർ ടെക്നീഷ്യൻ്റെ നോക്കാം. അവിടെ 13 വേക്കൻസി ഉള്ളത്. 27 മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിൽ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ വരുന്നത്. അതിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെങ്കിൽ 3 വേക്കൻസി. അതിൽ ജനറൽ, OBCക്ക് 1, ജനറൽ 1, OBCക്ക് 1, EWS 1 എന്നുള്ള വേക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് UR എന്ന് പറയുന്നത് അൺറിസർവ്ഡ് വേക്കൻസിയാണ്. ഈ അൺറിസർവ്ഡ് വേക്കൻസിയിലേക്ക് ഏത് കാൻഡിഡേറ്റ്സിന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. അതിൽ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ റിസർവ്ഡ് വേക്കൻസി തന്നെ വേണമെന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കരുത്. ഉള്ള വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, ക്വാളിഫിക്കേഷൻ വൈസ് എലിജിബിൾ ആണെങ്കിൽ. അപ്പോൾ ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ IT ആണ് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്ലോമയാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലോ ITയിലോ നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ, പോളിടെക്നിക് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 3 ഇയർ ഡ്യൂറേഷനുള്ള കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലോ ITയിലുള്ള ഡിപ്ലോമ ഉണ്ടായാൽ മതി. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം.
ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ ട്രേഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റെനൻസോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ നിങ്ങൾ IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, IT കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ട്രേഡുമായി ബന്ധപ്പെട്ട് 2 വർഷം എക്സ്പീരിയൻസ് IT കഴിഞ്ഞവർക്ക് വേണം, എന്നാൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് എക്സ്പീരിയൻസ് വേണ്ട, ആർക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 3 വേക്കൻസി, അതിൽ OBCക്ക് 1, EWS 1, STക്ക് 1. ഇതിൽ ജനറൽ വേക്കൻസി ഇല്ല കേട്ടോ, അതുകൊണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് മെക്കാനിക്കൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ CAD CAM അല്ലെങ്കിൽ ഈ പറയുന്ന മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഡ്യൂറേഷനിലെ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് മെക്കാനിക് ട്രേഡുമായി ബന്ധപ്പെട്ട് IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഒന്നുകിൽ ഈ പറയുന്ന ട്രേഡുകളിൽ ഒന്നുകിൽ ഫിറ്റർ, മെഷീനിസ്റ്റ്, മെക്കാനിക്, മെഷീൻ ടൂൾ മെയിൻ്റനൻസ്, ഓപ്പറേറ്റർ, അഡ്വാൻസ്ഡ് മെഷീൻ ടൂൾ, അതുപോലെ ടെക്നീഷ്യൻ, മെക്കട്രോണിക്സ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് IT ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് ഈ ട്രേഡുമായി ബന്ധപ്പെട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസും പാടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. അതിലേക്ക് അപ്ലൈ ചെയ്യാൻ IT കഴിഞ്ഞവരാണെങ്കിൽ. എന്നാൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ഡിസൈനാണ്. 3 വേക്കൻസി, അതിൽ ജനറൽ വേക്കൻസി ഒന്നുണ്ട്, OBC NCL 1, SCക്ക് 1 ഇങ്ങനെയാണ്. അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് ടെക്നോളജി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മെക്കട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, യാതൊരു എക്സ്പീരിയൻസും വേണ്ട. ഇനി അതേസമയം തന്നെ നിങ്ങൾക്ക് IT വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഫിറ്ററിലോ അല്ലെങ്കിൽ മെഷീൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഓർ മെക്കട്രോണിക്സ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് IT ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ IT ആണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ അതുമായി ബന്ധപ്പെട്ട്. ഇനി അടുത്തത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. 2 വേക്കൻസി ഉണ്ട്, ജനറൽ ഉണ്ട് 1 വേക്കൻസി, SCക്ക് 1 വേക്കൻസി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ 1 വേക്കൻസി അതിൽ ഈ പറയുന്ന PWD കാൻഡിഡേറ്റ്സിനാണ് കേട്ടോ. അതിൽ തന്നെ ഈ പറയുന്ന OH കാൻഡിഡേറ്റ്സ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമയാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലുള്ള 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി IT ഇലക്ട്രോണിക്സ് ട്രേഡിൽ IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന ട്രേഡുകൾ ഇലക്ട്രോണിക്സ്, മെക്കാനിക്ക്, അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക്, ടെക്നീഷ്യൻ, പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ IT നിങ്ങൾക്ക് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി ഫിസിക്സ് ആണ്, ഇതിലൊരു വേക്കൻസി ജനറൽ ആണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഫിസിക്സ് അതായത് BSc ഫിസിക്സ് കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് ബാച്ചലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ് കഴിഞ്ഞവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫിസിക്സ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് യാതൊരു എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ഇനി അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്പ്യൂട്ടർ സെൻറ്ററിലേക്കാണ് 1 വേക്കൻസി, അത് ജനറലാണ്, ആർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ജനറൽ അൺറിസർവ്ഡ് വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമയാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ITയിലോ നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ITI വെച്ച്, അതായത് കമ്പ്യൂട്ടർ ട്രേഡുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റെനൻസോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി പറഞ്ഞ ഏതെങ്കിലും ട്രേഡിൽ ITI ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ ITI ആണെങ്കിൽ. ഓക്കെ, ഇനി അടുത്തത് ജൂനിയർ അസിസ്റ്റൻ്റ് ആണ്. ഇതിൽ 11 വേക്കൻസി ഉണ്ട്, 27 മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ SC OBC അതുപോലെ അങ്ങനെയുള്ള PWD കാൻഡിഡേറ്റ്സിനൊക്കെ ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ അത് റിസർവ്ഡ് വേക്കൻസിലേക്ക് അപ്ലൈ ആണെങ്കിൽ ഇനി അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡിഗ്രിയാണ് കേട്ടോ. ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ കമ്പ്യൂട്ടർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതിന് നമുക്ക് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും ഉണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് എന്തുണ്ടാൽ മതി, ഡിഗ്രി മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജൂനിയർ അസിസ്റ്റൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ 11 വേക്കൻസി ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ 11 വേക്കൻസി കുറഞ്ഞൊരു വേക്കൻസി ആയിട്ടൊന്നും കാണണ്ട. നമ്മളിതിലേക്ക് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. എനി ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ ആദ്യം പറയാൻ വെച്ചൊരു പോസ്റ്റ് ഉണ്ട്, ഫസ്റ്റത്തെ വേക്കൻസി. ഇതിലേക്ക് എക്സ്പീരിയൻസ് വേണം കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അത് ലാസ്റ്റിലേക്ക് വെച്ചത്. ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ടൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 3 വേക്കൻസിയാണ് ആദ്യമുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലാണെങ്കിൽ ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 32 വയസ്സിൽ ഇതിലേക്ക് അപ്ലൈ കേട്ടോ. BA or BTech ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ഇൻഫർമേഷൻ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി, ഈ പറഞ്ഞ ഏതെങ്കിലും ഡിസിപ്ലിനിൽ BA or BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അതല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ITയോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ ഡാറ്റാ സയൻസോ സൈബർ സെക്യൂരിറ്റി കഴിഞ്ഞവരാണെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി MCA കഴിഞ്ഞവരാണെങ്കിൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, ഇനി ഫിസിക്സ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിലും നിങ്ങൾക്ക് MSc ഫിസിക്സ് അല്ലെങ്കിൽ ലേസർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റോ ഇലക്ട്രോണിക്സ് അതുപോലെ മെറ്റീരിയൽ സയൻസ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ MSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം.
ഇനി അതല്ലെങ്കിൽ BR BTech ഇൻ എഞ്ചിനീയറിംഗ് ഫിസിക്സ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം, 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പോസ്റ്റ് വൈസ് വാക്കൻസിയും ഡീറ്റെയിൽസും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ ഫീസും നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർക്കോ റിസൾട്ട് വരാത്ത ഉദ്യോഗാർത്ഥികൾക്കോ ഒന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ, അവർ എലിജിബിൾ അല്ല. ഇനി നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടാകുന്ന പറഞ്ഞാൽ SC ST OBC NCL അതുപോലെ ഈ പറയുന്ന എക്സ് സർവീസ്മെൻ PWD കാൻഡിഡേറ്റ്സ് ഒക്കെ നിയമാനുസൃതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ അതത് റിസർവ്ഡ് വാക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുള്ളൂ. വാലിഡ് ആയുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യുകയും വേണം. ഇപ്പോൾ OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ OBCയിൽ ഞാൻ പറഞ്ഞു ക്രിമിനൽ ആൻഡ് നോൺ ക്രിമിനൽ ഉണ്ട്. നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സിനാണ് റിസർവേഷനും ഏജ് റിലാക്സേഷനും ഒക്കെ ലഭിക്കുക. അപ്പോൾ OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ സർട്ടിഫിക്കറ്റ് അവരുടെ വാലിഡ് ആയുള്ള സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഓൺ ഓർ ആഫ്റ്റർ 1/4/2025, അതായത് April 1, 2025 എന്ന് പറയുന്ന ഈ ഡേറ്റിനോ അതിന് ശേഷമോ എടുത്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ക്ലോസിംഗ് ഡേറ്റ് കഴിയാനും പാടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വാലിഡ് സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് അനുബന്ധം ഏതിൽ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. ആ സെയിം ഫോർമാറ്റുള്ളതായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അവരും വാലിഡ് ആയുള്ള സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. SC ST ഒക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും ജനറൽ വാക്കൻസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്കിടെ കാണാം 1/4/2025 എന്ന് പറയുന്നത്, അതായത് ഓൺ ഓർ ആഫ്റ്റർ 1/4/2025 April 1 അതിന് ശേഷമോ എടുത്ത സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കണം. EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അതിലേക്ക് അതനുബന്ധ സീല് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോർമാറ്റൊക്കെ കാണിക്കാം. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നെ SC ST OBC അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ കേട്ടോ. പിന്നെ ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ബേസ്ഡ് ഓൺ നമ്മുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരെന്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. നമ്പർ ഓഫ് അപേക്ഷയൊക്കെ നോക്കിയിട്ടായിരിക്കും അത് കേട്ടോ. പിന്നെ നമുക്ക് ഈ പറയുന്ന ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവും. സ്ക്രീനിങ് ടെസ്റ്റിന് കട്ട് ഓഫ് അവർ തീരുമാനിക്കും. അതിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മേ ബി ഈ പറയുന്ന റിട്ടൺ ടെസ്റ്റ്, ഇനി ചില പോസ്റ്റിലേക്ക് ട്രേഡ് ടെസ്റ്റ് ഉണ്ടാകാം, സ്കിൽ ടെസ്റ്റ് ഉണ്ടാകാം, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി. ഇപ്പം നമുക്ക് ഈ പറയുന്ന ഡിഗ്രി വെച്ചുള്ള പോസ്റ്റിലേക്കൊക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ അതിൻ്റെ കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സിലബസ് ഒക്കെ ഇതിൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അതെന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ നമ്മുടെ വാട്സപ്പ് ചാനലുകളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഇടാം കേട്ടോ. പിന്നെ അതിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇനി ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 500 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. അപേക്ഷാ ഫീ നമ്മൾ SBI e-Collect പോർട്ടലിലൂടെയാണ് അടയ്ക്കേണ്ടത്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെ ATM കാർഡ് ഉപയോഗിച്ചിട്ടോ ഇനി നിങ്ങൾക്ക് ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെ അടയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെ അടയ്ക്കേണ്ടതെന്നുള്ളത് കാണിക്കാം, വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, അത് നമ്മൾ SBI കളക്റ്റിൽ കയറിയിട്ട് അടയ്ക്കണം. അപ്പോൾ SBI കളക്റ്റിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്റ്റ് പേയ്മെൻറ്റ് ഫൈനൽ നമുക്ക് റെസിപ്റ്റ് കിട്ടുമല്ലോ. ആ റെസിപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അപേക്ഷയുടെ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അത് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഭാഗം ഉണ്ടാവും, അവിടെ എത്തുമ്പോൾ നിങ്ങളത് അപ്ലോഡ് ചെയ്യണം. ഇനി അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതുപോലെ SC ST കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മാൻ, PWD കാൻഡിഡേറ്റ്സ് ഇവർക്കൊന്നും യാതൊരു ഫീസും ഇല്ല, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ആണെങ്കിലും അവർക്ക് ഫീ ഇല്ല, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 14/7 ആണ്. ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് 14/8. ഓക്കെ, നിങ്ങൾക്ക് 14/8 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. ഇനി OBC കാൻഡിഡേറ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ്, NCL സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇതാണ്. അതുപോലെ SC ST സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ EWS എല്ലാ ഫോർമാറ്റ് ഇതിൽ PWDന് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റോ എല്ലാത്തിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ അതായത് ഫോർമാറ്റിൽ തന്നെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുക, എങ്ങനെയാണ് ഫീ അടയ്ക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലിങ്ക് തരും, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾ വരും. വെബ്സൈറ്റിൽ വന്ന് നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സ് എന്ന് കാണാം, അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ് കാണാം. ഇവിടെ നിന്ന് കാണാം IIT DM എന്ന് പറഞ്ഞിട്ട് നോൺ ടീച്ചിങ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ പുതിയ പോസ്റ്റൊക്കെ ആഡ് ചെയ്യുമ്പം അത് ഏറ്റവും പുതിയതാണ് മുകളിൽ നിൽക്കുക, ബാക്കിയുള്ള താഴെ ഇങ്ങനെ വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് റീഡ് മോർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെയ്യാം, കൂടുതൽ പേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും, അവിടെ ഉണ്ടാവും അത്. ഇനി നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഇവിടെ സെർച്ച് ബാർ ഉണ്ട്, ഇവിടെ സെർച്ച് ബാറിൽ ഇട്ടിട്ട് IITM DM എന്ന് കൊടുത്താൽ നിങ്ങൾക്കത് പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടും. പിന്നെ നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. നമ്മൾ പ്രൈവറ്റ് ജോബ്സ്, അതുപോലെ എയർപോർട്ട് ജോബ്സ്, അതിൽ വർക്ക് ഫ്രം ജോബ്സ് തുടങ്ങിയുള്ള എല്ലാ കാറ്റഗറി പ്രൈവറ്റ് ജോബ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എക്സാം ബുക്സ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യും. അത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് Amazon, Flipkart എന്നൊക്കെ വാങ്ങാൻ പറ്റുന്ന. ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിൽ ഞാനിപ്പോൾ IIT DM എന്നുള്ളതിൽ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഇതിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാണ്. അതിന് നമ്മുടെ പോസ്റ്റ് ഓപ്പൺ ആയി വരും. പിന്നെ ഇവിടെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. അപ്പോൾ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലൂടെ അറിയാൻ പറ്റും. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഇതിൽ നമ്മളിപ്പോൾ കാണിച്ച നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം നമ്മൾ ഓപ്പൺ ആക്കാം. അപ്പോൾ അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മളിതാ ഈ ഒരു പേജിലേക്കാണ് നമ്മൾ വരിക.
ഈ ഒരു പേജിലേക്ക് വന്നാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാൻ കാഞ്ചീപുരം ചെന്നൈ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടെ ഇതാണ് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഇമെയിൽ ഐഡും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പേജ് ലോഡാവും. അങ്ങനെ നമ്മൾ രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പേജിലേക്കാണ് വരിക. അവിടെ നമ്മൾ യൂസർ നെയിമായിട്ട് ഒരു നെയിം കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, കൺഫേം പാസ്വേഡ്, ഇത് രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. ഓക്കെ, അങ്ങനെ രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് എന്താണ് കാണിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്തു പോകണം. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, കൂടുതൽ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. ഓക്കെ, അതല്ല കുറഞ്ഞ കമൻറ്റൊക്കെ ആണെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കുക, ഒരുപാട് സമയം നമ്മളിതിൽ ഇരിക്കണം. ഓക്കെ, ഒക്കെ ഫില്ല് ചെയ്ത് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കുറേ പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത് കാണിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ മൊബൈലൊക്കെ ഉപയോഗിച്ചെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിലേക്ക് തന്നെ വരികയാണ്. പിന്നെ ഇവിടെ നമ്മളെ കോൺടാക്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം വരെ കോൺടാക്ട് ചെയ്യുക. അതാ നിങ്ങൾക്ക് അത് ഓൺലൈനായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്നാൽ മതി. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അയച്ചെടുത്ത് നമ്മൾ ചെയ്തു തരും. ചെറിയ സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. ഇനി ഇവിടെ അപ്ലിക്കേഷൻ ഫീ എന്നുള്ളത് കാണാം. നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ SC/ST അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, PWD കാൻഡിഡേറ്റ്സ് അങ്ങനെയുള്ളവർക്കൊന്നും ഫീ ഇല്ല കേട്ടോ. അല്ലാത്ത ഉദ്യോഗാർത്ഥികൾ, മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ജനറൽ, OBC, EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, ഈ അപ്ലിക്കേഷൻ ഫീ എന്നുള്ള ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ SBIയുടെ ആ ഒരു പേജിലേക്കാണ് നമ്മൾ വരിക കേട്ടോ. ജസ്റ്റ് കാണിക്കാം. SBI കളക്റ്റിൻ്റെ ഹോം പേജിലാണ്. ഇതാണ് നിങ്ങൾക്കിവിടെ കാണാം, സ്റ്റേറ്റ് ബാങ്ക് കളക്റ്റ് എന്ന് പറഞ്ഞിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നമ്മളിവിടെ സെലക്ട് കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ സെലക്ട് കാറ്റഗറിയിൽ നമ്മൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെ കാണിക്കും, ഇവിടെ ഒരു സെർച്ച് ചെയ്യാനുള്ള സെർച്ച് ഫോർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് കാണിക്കും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് നമ്മൾ IITDM എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ IITDM എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് താഴെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു IITDM എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വരും. രണ്ടെണ്ണം ഇവിടെ വന്ന് കിടക്കുന്നത്. ഒന്ന് IITDM എഡ്യൂക്കേഷണൽ ഇവൻ്റ് ആണ്. ഇതെല്ലാം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ അടിയിലും കൂടെ കാണാം IITDM കാഞ്ചീപുരം. ഓക്കെ, E/C എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. IITDM കാഞ്ചീപുരം അതാണ് സെലക്ട് ചെയ്യേണ്ടത്, മാറിപ്പോകരുത്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യാം. അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണിക്കുക. ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് കാറ്റഗറി കൊടുക്കണം ഇനി അടുത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത IIT കാഞ്ചീപുരം A/C എന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണേ. അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാം സെലക്ട് കാറ്റഗറി. സെലക്ട് കാറ്റഗറിയിൽ നമ്മളിതാ നോൺ ടീച്ചിങ് റിക്രൂട്ട്മെൻറ്റ് എന്ന് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ വേറെ കുറേ കാറ്റഗറി ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോൺ ടീച്ചിങ് റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് കാണാം. അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോൾ പേജ് ഒന്ന് ലോഡാവും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേര് കൊടുക്കാം, അതുപോലെ കോൺടാക്ട് നമ്പർ കൊടുക്കാം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. ഇതിന് ശേഷം പോസ്റ്റ് അപ്ലൈ, ഏത് പോസ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ടൻ്റ് ആണോ, ദെൻ ജൂനിയർ ടെക്നീഷ്യൻ ആണോ, ജൂനിയർ അസിസ്റ്റൻ്റ് ആണോ, ഇതാ വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്യാം. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ചോദിക്കുന്നുണ്ട്. അത് നമുക്കത് അവിടെ കാണാം IITDM NT/R/2/2025. ഇനി അതെന്നാണോ നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം. നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പോയി നോക്കാം. നിങ്ങളിതാ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ. ഇതാണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ. അപ്പോൾ അതെന്നാണോ എന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, അതിന് ശേഷം ഇവിടെ 500 റുപ്പീസാണ് നിങ്ങൾക്ക് ഫീ വരുന്നത്. അതിൻ്റെ റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഇടാം. ഓക്കെ, അതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക, റീടൈപ്പ് ചെയ്യുക, ഇമെയിൽ ID ഇവിടെ കൊടുക്കുക, എന്നിട്ട് നമ്മൾ റീഡ് ചെയ്തു എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ക്യാപ്ച കോഡ് ഈ ക്യാപ്ച കോഡ് ഇവിടെ അടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് എന്ന് അടിക്കുക. അങ്ങനെ നെക്സ്റ്റ് എന്ന് അടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യാം. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഓക്കെയാണ്, വെരിഫൈ ചെയ്യുക. പിന്നെ എന്താ, കംപ്ലീറ്റ് പേയ്മെൻറ്റിലേക്കാണ്. കംപ്ലീറ്റ് പേയ്മെൻറ്റ് പറഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. നമുക്ക് UPI ഉപയോഗിച്ചിട്ട് ചെയ്യാം. അത് ഏതെങ്കിലും ബാങ്കിൻ്റെ ATM കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്യാം. എന്നിട്ട് പ്രിൻ്റ് എടുക്കാം. പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അത് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സോഫ്റ്റ് കോപ്പി എടുക്കുക. എന്നിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യുക കേട്ടോ. അതിലേക്ക് നമ്മൾ എവിടെയാണോ ചോദിക്കുന്നത് വെച്ചാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഫീ അടിച്ചതിൻ്റെ റെസിപ്റ്റ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, പേയ്മെൻറ്റിൻ്റെ കാര്യം. എന്നിട്ട് നിങ്ങളുടെ അപേക്ഷ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.